നമസ്കാരം. ഇന്ന് ശ്രീവിദ്യാ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റിയിൽ ഒരു വലിയ ആഘോഷത്തിൻ്റെ ദിവസമാണ്. ശ്രീവിദ്യാമ്മയുടെ ബർത്ത്ഡേ. ഇത് ഞങ്ങൾ എല്ലാ വർഷവും വളരെ വിപുലമായി നടത്താറുണ്ട്. ഈ വർഷം സനാഥാലയം എന്ന് പറയുന്ന ഒരു ക്യാൻസർ സെൻറ്ററിലാണ് നടത്തിയത്. അത് കുട്ടികളുടെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കുറച്ച് പൈസ ഡൊണേറ്റ് ചെയ്തു. കുട്ടികളുടെ ഇന്നത്തെ ഭക്ഷണം ഞങ്ങളുടെ വകയായിരുന്നു. പിന്നെ ശ്രീവിദ്യാ കലാനികേതനിലെ കുട്ടികളുടെ കലാപരിപാടികൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി നടത്തുകയും ചെയ്തു. ഇതിനു വേണ്ടി ഒരു തുക നമുക്ക് ഡൊണേഷനൊക്കെ കൊടുക്കാൻ പറ്റിയത് എൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ പാരൻസ് അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. കൂടാതെ എൻ്റെ ചില സുഹൃത്തുക്കൾ, റുക്സി തച്ചറയ്ക്കൽ, നിങ്ങളിൽ പലർക്കും അറിയാം. റുക്സി ഇത് ഞാൻ ഫേസ്ബുക്കിലൂടെ ഞാനിങ്ങനെ ഒരു പരിപാടി നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ റുക്സിയും റുക്സിയുടെ സഹൃദയരായ കുറേ സുഹൃത്തുക്കളും ചേർന്ന് ഡൊണേഷൻ കൊടുക്കാനുള്ളൊരു പൈസ എനിക്ക് അയച്ചു തരികയുണ്ടായി. അപ്പോൾ അതിന് റുക്സിക്കും റുക്സിയുടെ സുഹൃത്തുക്കൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളിന്ന് അവിടെ പോവുകയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാനും ഒക്കെ സാധിച്ചു. നമുക്ക് സനാഥാലയം എന്ന് പറയുന്ന ആ സ്ഥാപനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ. വിദ്യാ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റിയുടെ വിദ്യാമ്മയുടെ ബർത്ത്ഡേയും ഞങ്ങളുടെ 15ാമത്തെ വാർഷികവുമാണ് ഞങ്ങൾ ഇന്നിവിടെ സനാഥാലയത്തിൽ ആഘോഷിക്കുന്നത്, ഇവിടുത്തെ കുട്ടികളുടെ കൂടെ. അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഫിറോസിനും സുമിക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ടീം ഓഫ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്. അവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനിയും ഈ സ്ഥാപനത്തിന് ഒരുപാട് ഉയർച്ചയുണ്ടാവട്ടെ. ശ്രീവിദ്യാ കലാനികേതൻ എപ്പോഴും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ കൂടെയായിരിക്കും.